ദുരിതപൂർണമായിട്ടുള്ള യാതനകൾ അനുഭവിക്കുന്ന മണിപ്പൂരിലെ ജനങ്ങൾക്ക് ഒരു ആശ്വാസം പകർന്നത് രാഹുൽ ഗാന്ധിയുടെ വരവാണ്. ഭാരത് ജോഡോ യാത്രയിൽ പങ്കെടുത്ത ജനപങ്കാളിത്തം ഒന്ന് മതി അത് മനസ്സിലാക്കാൻ. ആ രാഹുൽ ഗാന്ധിയുടെ വരവ് കേരളത്തിലെ കോൺഗ്രസിനും UDF-നും നൽകുന്ന കരുത്ത് ചെറുതല്ല. ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടു കൂടി രാഹുൽ ഗാന്ധി നടന്നു കയറും. ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരും. സ്വപ്നതുല്യമായിട്ടുള്ള ചരിത്ര ഭൂരിപക്ഷമായിരിക്കും ഹൈബീഡന് ലഭിക്കുക. ഇത്രയധികം ജനങ്ങൾ വെറുത്തൊരു മുഖ്യമന്ത്രിയെ കേരളത്തിന്റെ ചരിത്രത്തിൽ കാണാൻ കഴിഞ്ഞു. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർക്ക് പോലും സർക്കാരിനെ ന്യായീകരിക്കാൻ കഴിയാത്ത സാഹചര്യം. കരുവന്നൂർ ബാങ്കിലെ കൊള്ള അടക്കമുള്ള വിഷയങ്ങളിൽ സർക്കാരിന്റെ സമീപനം എന്താണ്? സർ നമസ്കാരം. ക്രൈം ഓൺലൈനിൽ നിന്നാണ്. രാഹുൽ ഗാന്ധിയുടെ രംഗപ്രവേശം സംഭവിച്ചിരിക്കുകയാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പിന് എത്രത്തോളം അത് ചൂട് പിടിപ്പിക്കുന്നുണ്ട് കോൺഗ്രസ്സുകാർക്കിടയിൽ? ഇന്ത്യയിലെ ജനാധിപത്യ മതനിരപേക്ഷതയ്ക്ക് ഏറ്റവും കൂടുതൽ ശക്തി പകരുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് രാഹുൽ ഗാന്ധി. രാജ്യത്തെ പ്രതിപക്ഷത്തിൻ്റെ മുഖമാണ് രാഹുൽ ഗാന്ധി. ആ രാഹുൽ ഗാന്ധിയുടെ വരവ് കേരളത്തിലെ ഐക്യജനാധിപത്യ മുന്നണിക്ക് കൂടുതൽ കരുത്തു പകരും. കഴിഞ്ഞ പ്രാവശ്യമാണ് ആദ്യമായി രാഹുൽ ഗാന്ധി വയനാട് മത്സരിക്കാൻ വരുന്നത്. സ്വാഭാവികമായും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും BJP-യും രാഹുൽ ഗാന്ധിയുടെ കേരളത്തിലെ സ്ഥാനാർത്ഥിത്വത്തോട് വളരെ പരുഷമായ രീതിയിലാണ് അവർ പ്രതികരിച്ചത് തന്നെ. പക്ഷേ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം രാഹുൽ ഗാന്ധിക്ക് കൊടുത്ത് രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയ്ക്ക് ഏറ്റവും കൂടുതൽ ശക്തി പകരാനാണ് വയനാട്ടിലെ ജനങ്ങൾ ആഗ്രഹിച്ചത്. കേരളത്തിലെ ജനങ്ങൾ അതുപോലെ തന്നെ UDF-നെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ 19 സീറ്റിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുകയുമുണ്ടായി. അത് വീണ്ടും ആവർത്തിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കാരണം ഈ 5 വർഷക്കാലത്തിനിടയ്ക്ക് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ രാജ്യത്തെ ഈ വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരായിട്ടുള്ള പോരാട്ടത്തിന് ഏറ്റവും കൂടുതൽ കരുത്തു പകർന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്. രാജ്യത്തെ ജനങ്ങൾ ദുരിതം അനുഭവിച്ചപ്പോൾ രാജ്യത്തെ ജനങ്ങൾ വിദ്വേഷത്തിൻ്റെ പേരിൽ ഏറ്റവും ദുരിതയാതനകൾ അനുഭവിച്ച സ്ഥലങ്ങളിലെല്ലാം കടന്നു ചെന്നത് രാഹുൽ ഗാന്ധിയാണ്. ഏറ്റവും അവസാനം മണിപ്പൂരിലെ വംശീയ ഹത്യ നടക്കുന്ന സമയത്ത് ആയിരക്കണക്കിന് കുടുംബങ്ങൾ, നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടപ്പോഴും അവിടെ ആദ്യമായി കടന്നു ചെന്ന ഒരു രാഷ്ട്രീയ നേതാവ്, ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ നേതാവ് രാഹുൽ ഗാന്ധിയാണ്. അദ്ദേഹത്തിന് മണിപ്പൂരിലെ സർക്കാരും പോലീസും പട്ടാളവും എല്ലാം അദ്ദേഹത്തിൻ്റെ യാത്രയ്ക്ക് വിലക്ക് കൽപ്പിച്ചെങ്കിലും ആ വിലക്കുകൾ അതിജീവിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി മണിപ്പൂരിലെത്തിയത്. മണിപ്പൂരിൻ്റെ ഈ വംശീയ ഹത്യയുടെ വിവരങ്ങൾ രാജ്യത്തിന് മുമ്പിലും ലോകത്തിന് മുമ്പിലും വെളിവാക്കപ്പെട്ടത് രാഹുൽ ഗാന്ധിയുടെ വിസിറ്റിന് ശേഷമാണ്. ആ ജനങ്ങൾക്ക്, പ്രത്യേകിച്ചും സ്ത്രീകളടക്കമുള്ള കുട്ടികളടക്കമുള്ള ആളുകൾക്ക് ഈ ദുരിതപൂർണമായിട്ടുള്ള യാതനകൾ അനുഭവിക്കുന്ന മണിപ്പൂരിലെ ജനങ്ങൾക്ക് ഒരു ആശ്വാസം പകർന്നത് രാഹുൽ ഗാന്ധിയുടെ വരവാണ്. അതുപോലെ തന്നെ കത്വയിലും ഉന്നാവയിലും ഒക്കെ ഉണ്ടായ വലിയ അതിക്രമങ്ങളും പിന്നോക്ക വിഭാഗക്കാർക്കും ദളിതർക്കുമെതിരായിട്ടുള്ള വലിയ കടന്നുകയറ്റങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിച്ചതും രാഹുൽ ഗാന്ധിയാണ്. അവിടെ ഓടിയെത്തിയതും രാഹുൽ ഗാന്ധിയാണ്. അപ്പോൾ രാജ്യത്ത് വിദ്വേഷ പ്രചരണത്തിനിടയ്ക്ക് അതിനെതിരായിട്ടുള്ള ഒരു വലിയ ക്യാമ്പയിൻ രാജ്യത്ത് നടക്കുന്നത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലാണ്. അതിന് നേതൃത്വം കൊടുക്കുന്നത് രാഹുൽ ഗാന്ധിയാണ്. സ്വാഭാവികമായും ഭാരത് ജോഡോ യാത്ര, കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നടത്തിയ ആദ്യഘട്ട ഭാരത് ജോഡോ യാത്ര, എറണാകുളം ഉൾപ്പെടെയുള്ള നമ്മുടെ ജില്ലകളിൽ നിന്ന് പോലും 1 ലക്ഷത്തിലധികം ആളുകളാണ് ആ യാത്രയിൽ പങ്കാളികളായത്. അപ്പോൾ ചരിത്രത്തിൽ ഇന്ത്യയിലെ ജനങ്ങൾ ഏറ്റവും വെല്ലുവിളികൾ നേരിടുന്ന ഒരു കാലഘട്ടത്തിൽ ആ ജനങ്ങൾക്ക് ആശ്വാസം പകരുന്ന, അല്ലെങ്കിൽ ആ ജനങ്ങൾക്ക് ദിശാബോധം നൽകി മുന്നോട്ട് കൊണ്ടുപോകാൻ നടത്തുന്ന പ്രയത്നങ്ങൾ അത് കോൺഗ്രസിൻ്റെ നേതാവായ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന പ്രവർത്തനങ്ങളാണ് എന്ന് ജനങ്ങൾ ആ ഭാരത് ജോഡോ യാത്രയിൽ പങ്കെടുത്ത ജനപങ്കാളിത്തം ഒന്ന് മതി അത് മനസ്സിലാക്കാൻ. രണ്ടാമത് മണിപ്പൂരിൽ നിന്നും ആരംഭിച്ച ഭാരത് ജോഡോ ന്യായ് യാത്ര വിവിധ സംസ്ഥാനങ്ങൾ പിന്നിട്ട് 6680 കിലോമീറ്റർ പിന്നിട്ട് വാഹനത്തിലും നടന്നുമായി രാഹുൽ ഗാന്ധി നടത്തിയ രണ്ടാം യാത്ര അവസാനിച്ചത് മഹാരാഷ്ട്രയിലെ മുംബൈയിലാണ്. ചുവന്ന തെരുവിലാണ് അത് അവസാനിച്ചത്. അപ്പോൾ ആ യാത്രയിലും ലക്ഷക്കണക്കിന് ആളുകളാണ് ആ യാത്രയിൽ ഓരോ ദിവസങ്ങളിലായി പങ്കെടുത്തത്. സ്വാഭാവികമായും ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയ നേതാവിന് കാൽനടയായി 4080 കിലോമീറ്റർ രാജ്യത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നടന്ന് സഞ്ചരിച്ച് വെയിലും മഴയും മഞ്ഞും എല്ലാത്തിനെയും അതിജീവിച്ചുകൊണ്ട് എല്ലാ വിഭാഗം ആളുകളും, ഏറ്റവും സാധാരണക്കാരും പാവപ്പെട്ടവരുമായിട്ടുള്ള ആളുകളുമായി ഇടപഴകി, സമൂഹത്തിലെ വിവിധ തലങ്ങളിലുള്ള ആളുകളുമായി ഇടപഴകി അവരിൽ നിന്ന് അഭിപ്രായങ്ങൾ ശേഖരിച്ച
ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയാണ് രാഹുൽ ഗാന്ധി. ആ രാഹുൽ ഗാന്ധിയുടെ വരവ് കേരളത്തിലെ കോൺഗ്രസിനും UDF നൽകുന്ന കരുത്ത് ചെറുതല്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതിനപ്പുറത്ത് ദിശാബോധമുള്ള കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആളുകൾ പോലും രാഹുൽ ഗാന്ധിയുടെ ഈ വരവിനെയും രാഹുൽ ഗാന്ധിയുടെ ഈ സ്ഥാനാർത്ഥിത്വത്തെയും ഇന്ത്യയിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ വരണമെന്നുള്ള ആഗ്രഹവും കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആളുകൾക്ക് കൂടിയുണ്ട്. സ്വാഭാവികമായും ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള രാജ്യത്തെ പ്രതിപക്ഷ നിരക്ക് കരുത്തു പകരാനായി രാഹുൽ ഗാന്ധിയെ പോലുള്ള ഒരു നേതാവ് വരണമെന്ന് രാജ്യം ആഗ്രഹിക്കുന്നു, ജനങ്ങൾ ആഗ്രഹിക്കുന്നു. സർ, കഴിഞ്ഞ പ്രാവശ്യത്തെ രാഹുൽ ഗാന്ധിയുടെ വരവും ഇത്തവണത്തെ രാഹുൽ ഗാന്ധിയുടെ വരവും തമ്മിൽ താരതമ്യം ചെയ്താൽ ഇത്തവണ അദ്ദേഹം നേരിടേണ്ടി വരുന്ന വെല്ലുവിളികൾ എന്തൊക്കെയായിരിക്കും എന്നാണ് സാറിന് തോന്നുന്നത്? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആണ് അദ്ദേഹത്തിന് ഒരു വെല്ലുവിളി എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് നേരിട്ടത്. ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് യാതൊരു വെല്ലുവിളിയുമില്ല. ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് കഴിഞ്ഞ തവണ ലഭിച്ചതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം ലഭിക്കും. കാരണം ഈ തവണത്തെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കഴിഞ്ഞ 5 വർഷക്കാലം ഒരു MP എന്നുള്ള രീതിയിൽ അദ്ദേഹം വയനാട് നൽകിയ സംഭാവനകൾ, 2 രാജ്യത്തിന് നൽകിയ സംഭാവനകൾ, 3 രാജ്യത്തെ പ്രതിപക്ഷ നിരക്ക് നേതൃത്വം നൽകിയ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ, അത് ഈ നാട്ടിലെ മലയാളികളായിട്ടുള്ള നമ്മുടെ ജനാധിപത്യ വിശ്വാസികൾ, മതനിരപേക്ഷത ഏറ്റവും ഉയർത്തിപ്പിടിക്കുന്ന ആളുകൾ രാഹുൽ ഗാന്ധിക്ക് കൂടുതൽ അനുകൂലമാകും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഏറ്റവും കൂടുതൽ അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യമായിരിക്കും വയനാടുണ്ടാക്കുക. ഇന്ത്യയിലെയും കേരളത്തിലെയും ഏറ്റവും ചരിത്ര ഭൂരിപക്ഷത്തിലെയും രാഹുൽ ഗാന്ധി നടന്നു കയറും. രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ മാത്രമല്ലല്ലോ, അദ്ദേഹം ഒരു വലിയ പ്രതീകമാണ്. രാജ്യത്തിൻ്റെ ജനാധിപത്യ മതനിരപേക്ഷതയ്ക്കും രാജ്യം ഇക്കാലം അത്രയും മുന്നോട്ട് പോയതുപോലെ തന്നെ ഈ രാജ്യം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ ആളുകളും. സ്വാഭാവികമായും അതിനുവേണ്ടി പോരാട്ടം നടത്തുന്ന ഒരാളെ എല്ലാവിധ അനുഗ്രഹങ്ങളോടുകൂടി അദ്ദേഹത്തെ വിജയിപ്പിച്ച് യാത്രയാക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ് ജനങ്ങളുടെ ഉത്തരവാദിത്തം, മലയാളികളുടെ ഉത്തരവാദിത്തം. അത് അവർ വയനാട്ടിലെ ജനങ്ങൾ നന്നായി നിർവഹിക്കും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ റോഡ് ഷോയിലടക്കം, അദ്ദേഹത്തിൻ്റെ നോമിനേഷൻ കൊടുക്കാൻ പോകുന്ന ചടങ്ങിലടക്കം പങ്കെടുത്ത് ജനങ്ങളുടെ പങ്കാളിത്തം അത് സൂചിപ്പിക്കുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടു കൂടി രാഹുൽ ഗാന്ധി നടന്നു കയറും, ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരും. അതിനു വേണ്ടിയിട്ടുള്ള ഒരു കൂടുതൽ ശക്തി പകരാൻ രാഹുൽ ഗാന്ധിയെ പോലുള്ള ഒരു രാഷ്ട്രീയ നേതാവിന് കഴിയണമെന്ന് കേരളത്തിലെ വയനാട്ടിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും സർ, ഇപ്പോൾ രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്നതിൻ്റെ ഒരു പ്രകമ്പനം കേരളം ഒട്ടാകെ നിമിഷ നേരങ്ങൾക്കുള്ളിൽ അലയടിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധിയുടെ അദ്ദേഹത്തിൻ്റെ സന്ദർശനവും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും കേരളത്തിലെ കോൺഗ്രസ്സിന് നൽകുന്ന UDF നൽകുന്ന കരുത്ത് ചെറുതല്ല. കാരണം നമുക്കറിയാം, രാജ്യം ഇന്ന് നേരിടുന്ന എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കാനുള്ള കരുത്ത് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾക്കുണ്ടാകണം, പ്രതിപക്ഷത്തിനുണ്ടാകണം. ആ പ്രതിപക്ഷ നേതൃനിരയ്ക്ക് നേതൃത്വം നൽകുന്ന നേതാക്കന്മാർക്കുണ്ടാകണം. വലിയ തോതിൽ രാഹുൽ ഗാന്ധിയെ വ്യക്തിപരമായി അധിക്ഷേപിക്കാനും വിമർശിക്കാനും എത്രയോ പ്രാവശ്യമാണ് RSSും സംഘപരിവാറും BJP ഭരണകൂടവും ശ്രമിച്ചിരിക്കുന്നത്. നരേന്ദ്രമോദിയുടെ ഭരണകൂടം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ ഉപയോഗപ്പെടുത്തി നാഷണൽ ഹെറാൾഡ് കേസിൽ എത്ര ദിവസക്കാലം, എത്ര മണിക്കൂർ നേരമാണ് രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും ചോദ്യം ചെയ്തത്? രാജ്യത്തെ ജനങ്ങളുടെ പ്രതിഷേധം എന്തായിരുന്നു? രാജ്യത്തെ ജനങ്ങൾ ഇതെല്ലാം കാണുകയല്ലേ? BJP ഇന്ന് നടത്തുന്ന ഇലക്ട്രൽ ബോണ്ടിൽ ഉൾപ്പെടെ നടത്തിയിട്ടുള്ള രാജ്യത്തെ അന്വേഷണ ഏജൻസികളെ ഉപയോഗപ്പെടുത്തി രാഷ്ട്രീയ എതിരാളികളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമങ്ങൾ എല്ലാം രാജ്യത്തെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും മലയാളികളായിട്ടുള്ള ആളുകൾ രാഷ്ട്രീയത്തിനപ്പുറത്ത് സാമൂഹിക ബോധം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള അഴിമതികൾക്കെതിരെ, സ്വജനപക്ഷപാതങ്ങൾക്കെതിരെ എന്നും നിലപാടുകൾ സ്വീകരിച്ച് കേരളത്തിലെ ജനങ്ങൾ അവരും ഇത് കാണുകയല്ലേ? സ്വാഭാവികമായും ഇതിനെല്ലാം എതിരായി പ്രതിരോധം തീർക്കുന്ന രാഹുൽ ഗാന്ധിയെ പോലെയുള്ള ഒരു അപ്രതിരോധ്യനായ ഒരു രാഷ്ട്രീയ നേതാവിനെ, ആ രാഷ്ട്രീയ നേതാവിൻ്റെ വരവ് അത് തീർച്ചയായും കേരളത്തിലെ ജനാധിപത്യ മതനിരപേക്ഷ വിശ്വാസികൾക്ക് എല്ലാവർക്കും അത് ഒരു വലിയ അനുഭവമാണ്. അതിനപ്പുറത്ത് അതിനെ ഒരു അംശം പോലും അതിൻ്റെ കരുത്ത് ചോരാതെ അതിനെ ശക്തിപ്പെടുത്തുക എന്നുള്ളത് രാജ്യത്തെ ജനങ്ങളുടെ, നമ്മുടെ നാട്ടിലെ പ്രത്യേകിച്ചും കേരളത്തിലെ ജനങ്ങളുടെ അവകാശമാണ് എന്നുള്ള ബോധ്യമാണ് അവരെ നയിക്കുന്നത്. അതുകൊണ്ട് അത് കൂടുതൽ കോൺഗ്രസിനും ഐക്യജനാധിപത്യ മുന്നണിക്കും അത് കൂടുതൽ കരുത്തു പകരും. അതിനപ്പുറത്ത് 2 സർക്കാരുകൾക്കും എതിരായിട്ടുള്ള ജനകീയമായിട്ടുള്ള വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി
ജനങ്ങളെ അഭിമുഖീകരിക്കുന്നത്. സ്വാഭാവികമായും ഇരു സർക്കാരുകൾക്കും അത്തരത്തിലുള്ള വിഷയങ്ങളിൽ ഒന്നും പറയാൻ സാധിക്കുകയില്ല. ജനങ്ങളെ ബാധിക്കുന്ന, ദൈനംദിനം ജനങ്ങളെ ബാധിക്കുന്ന നിരവധി വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളിൽ സർക്കാരുകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നടപടികൾ ജനജീവിതം ദുസ്സഹമാക്കിയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ആ വിഷയം കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കും. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണത്തെക്കാട്ടിയും കുറേ കൂടി ഊർജ്ജസ്വലമായ രീതിയിൽ വലിയ ഭൂരിപക്ഷത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിമാർ 20 സീറ്റിലും ജയിക്കാവുന്ന ഒരു രാഷ്ട്രീയ അന്തരീക്ഷമാണ് ഇന്ന് നിലനിൽക്കുന്നത്. എറണാകുളത്തെ സാഹചര്യത്തിലേക്ക് വന്നാൽ ഹൈബി ജയിക്കുമെന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ എത്രത്തോളം വലിയൊരു വിജയമാണ് ഉന്നം വയ്ക്കുന്നത്? എറണാകുളം പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൽ സ്വപ്നതുല്യമായിട്ടുള്ള ചരിത്ര ഭൂരിപക്ഷമായിരിക്കും ഹൈബി ഈഡന് ലഭിക്കുക. കഴിഞ്ഞ 5 വർഷക്കാലത്തെ ഹൈബിയുടെ ഒരു പാർലമെൻറ്റ് അംഗം എന്നുള്ള പ്രവർത്തനം, അതിനപ്പുറത്ത് നമ്മുടെ സാമൂഹിക നന്മ ഉയർത്തിപ്പിടിക്കുന്ന നിരവധി കാര്യങ്ങൾ ഒരു പാർലമെൻറ്റ് അംഗം, ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള രീതിയിൽ ഒരു ചെറുപ്പക്കാരൻ ഹൈബിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ദർശിച്ചവരാണ് എറണാകുളത്തെ ജനങ്ങൾ. പ്രായവ്യത്യാസമില്ലാതെ, രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ, ജെൻഡർ വ്യത്യാസമില്ലാതെ എല്ലാവരോടും നന്നായി ഇടപഴകുകയും ആ വിഷയങ്ങളിലെല്ലാം പാർലമെൻറ്റിനകത്തും പുറത്തും വിഷയങ്ങൾ ഉയർത്താനും അത് അവതരിപ്പിക്കാനും അത് അനുകൂലമാക്കി മാറ്റാനും ഹൈബിക്ക് കഴിഞ്ഞ 5 വർഷക്കാലം കഴിഞ്ഞിട്ടുണ്ട്. അതിനു മുമ്പ് MLA എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ചെറുപ്പം പോലെ തന്നെ അത്ര ഊർജ്ജസ്വലമായി ജനങ്ങൾ ഹൈബിക്ക് അനുകൂലമാകും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതൊരു ചരിത്ര ഭൂരിപക്ഷത്തിലേക്കായിരിക്കും നടന്നു നീങ്ങുക. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാൾ ഉയർന്ന ഭൂരിപക്ഷമായിരിക്കും ഹൈബിക്ക് ലഭിക്കുക. ഇപ്പോൾ ഹൈബിയുടെ അച്ഛൻ തന്നെ സൃഷ്ടിച്ച റെക്കോർഡാണ് അദ്ദേഹം പോയ ഇലക്ഷനിൽ തിരുത്തിയത്. ഇപ്പോൾ അദ്ദേഹം സെറ്റ് ചെയ്ത റെക്കോർഡ് ഈ ഇലക്ഷനിൽ നിസ്സാരമായിട്ട് തിരുത്താൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഹൈബിക്ക് കഴിഞ്ഞ തവണ ലഭിച്ച ഭൂരിപക്ഷം എന്ന് പറയുന്നത് 1,69,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ്. അത് മുൻപ് അദ്ദേഹത്തിൻ്റെ പിതാവായ ജോർജ് ഈഡന് ലഭിച്ച ഭൂരിപക്ഷത്തേക്കാൾ ഉയർന്ന ഭൂരിപക്ഷമാണ്. ഒരു കാലഘട്ടത്തിലും UDF ഐക്യജനാധിപത്യ മുന്നണിക്ക് അത്തരത്തിലുള്ള ഭൂരിപക്ഷം എറണാകുളത്ത് ഉണ്ടായിട്ടില്ല. എല്ലാ നിയോജക മണ്ഡലത്തിലും അത്രയധികം ഭൂരിപക്ഷമായിരുന്നു. അതിനേക്കാൾ ഉയർന്ന ഭൂരിപക്ഷമായിരിക്കും ഈ വരുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുക. ആ റെക്കോർഡും ഹൈബിയുടെ റെക്കോർഡ് ഹൈബി തന്നെ ഭേദിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും. കാരണം ആ രീതിയിലാണ് തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കം മുതൽ ഈ നിമിഷം വരെയുള്ള പ്രവർത്തനങ്ങളിലൂടെ ജനങ്ങളുടെ സാന്നിധ്യത്തിലൂടെ നിങ്ങൾ മാധ്യമപ്രവർത്തകരായിട്ടുള്ള ആളുകൾ പോലും പല സ്ഥലങ്ങളിലും ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്ന സ്വീകാര്യത നിങ്ങൾക്കും ദർശിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാക്കുക, കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകുക. അത് ഒരു നെഗറ്റീവ്, ഒരു ജനപ്രതിനിധിക്കെതിരായ ഒരു നെഗറ്റീവ് പോലും ഹൈബിക്കെതിരായി പറയാനില്ല എന്നുള്ളതാണ്. സ്വാഭാവികമായും ഇന്നത്തെ ഈ രാഷ്ട്രീയ സാഹചര്യം, ആ സാഹചര്യവും ഹൈബി ഒരു പാർലമെൻറ്റ് അംഗം എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ മികവും കൂടി കണക്കിലെടുത്ത് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ സാധിക്കും. എല്ലാ തലങ്ങളിലേക്കും അദ്ദേഹത്തിന് ഓടിയെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷക്കാലത്തെ ഒരു പാർലമെൻറ്റ് അംഗം എന്നുള്ള രീതിയിൽ എല്ലാ മേഖലയിലും അദ്ദേഹത്തിന് സ്പർശിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു പാർലമെൻറ്റ് അംഗം എന്നുള്ള രീതിയിൽ ക്രിയാത്മകമായ പ്രവർത്തനത്തിനപ്പുറത്ത് സാമൂഹ്യ നന്മ ഉയർത്തിയിട്ടുള്ള പുതിയ പാർലമെൻറ്റ് അംഗങ്ങൾക്ക്, അല്ലെങ്കിൽ ജനപ്രതിനിധികൾക്ക് മാതൃകയാക്കാൻ കഴിയാവുന്ന നിരവധി പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. അതെല്ലാം ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒന്നായി അത് മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഗിന്നസ് ബുക്കിൽ ഇടം പിടിച്ചിട്ടുള്ള മെൻസ്ട്രൽ കപ്പ് പോലെയുള്ള സ്ത്രീകളുടെ ആർത്തവവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വലിയ ബോധവൽക്കരണം, അത് പൊതുസമൂഹത്തിനിടയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വലിയ സ്വീകാര്യതയുണ്ട്. ആ സ്വീകാര്യത ഹൈബിക്ക് വലിയ തോതിൽ, അതൊക്കെ ചെറുപ്പക്കാർക്കിടയ്ക്ക് വലിയ തോതിലുള്ള സ്വീകാര്യത ഉണ്ടാക്കിയിട്ടുണ്ട്. ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളുടെ വോട്ട് വരെയും ഭൂരിഭാഗം വോട്ട് വരെയും ഹൈബിക്ക് ലഭിക്കുമെന്നുള്ള വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. കേന്ദ്രത്തിലെ സാഹചര്യം മാത്രമല്ല, നിലവിൽ ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഇപ്പോൾ രണ്ടാം പ്രാവശ്യം ഭരണത്തിലേറിയ സംസ്ഥാന സർക്കാരിൻ്റെ നിലവിലത്തെ ഒരു ഭരണത്തിൻ്റെ സാഹചര്യം ഈ ഇലക്ഷനിൽ എത്രത്തോളം പ്രതിപാദിക്കുന്നതാണ് സാറിന് തോന്നുന്നത്? മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടുതൽ സ്ഥലങ്ങളിൽ ക്യാമ്പയിന് പോകുന്നത് ഞങ്ങൾക്ക് അനുകൂലമാകും. കാരണം ഇത്രയധികം ജനങ്ങൾ വെറുത്തൊരു മുഖ്യമന്ത്രിയെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല. ഒരു ഭീരുവായ മുഖ്യമന്ത്രി, ഭയം അദ്ദേഹത്തെ നയിക്കുന്ന ഒരു മുഖ്യമന്ത്രി, അതിനപ്പുറത്ത് ഒരു ധാർഷ്ട്യം നിറഞ്ഞ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ പ്രവർത്തനമാണ് ഒരു മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ പിണറായി വിജയൻ്റെ ഭാഗത്ത് നിന്ന്
തുടർഭരണം കിട്ടിയപ്പോഴും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് നിരവധി അഴിമതി ആരോപണങ്ങൾ. ആദ്യ ഭരണത്തിലുണ്ടായ സ്വർണ്ണക്കള്ളക്കടത്തും ഡോളർ കടത്തും അതുപോലെ ലൈഫ് മെഷീൻ അഴിമതിയും, രണ്ടാമത്തെ ഭരണത്തിൽ 3 വർഷക്കാലത്തിനിടയ്ക്ക് AI ക്യാമറ, K-ഫോൺ, അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ മകളുടെ മാസപ്പടി ഉൾപ്പെടെയുള്ള വലിയ അഴിമതി ആരോപണങ്ങൾ മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും വേട്ടയാടുമ്പോൾ ആ അഴിമതി ആരോപണങ്ങളിൽ യാതൊരു തരത്തിലും ദേശീയ അന്വേഷണ ഏജൻസികളുടെ യാതൊരു തരത്തിലുള്ള സാന്നിധ്യവും കാണുന്നില്ല എന്നുള്ളത് മറ്റ് BJP ഇതര സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്കും മന്ത്രിമാർക്കുമെതിരായി നടത്തുന്ന അന്വേഷണത്തോട് താരതമ്യപ്പെടുത്തുമ്പോൾ പിണറായി വിജയന് നരേന്ദ്രമോദിയുടെ എല്ലാ അനുഗ്രഹങ്ങളും ആശീസ്സുകളും ഉണ്ട് എന്നുള്ളതാണ്. ഒരു ഭാഗത്ത് BJPയും RSSുമായിട്ടുള്ള ബാന്ധവം തുടരുമ്പോൾ മറുഭാഗത്ത് അഴിമതി കെടുകാര്യസ്ഥതയും ഈ സർക്കാരിനെ വല്ലാതെ മുന്നോട്ട് നയിക്കുകയാണ്. അത് ഓരോ ദിവസം കഴിയുന്തോറും കേരളത്തിലെ ജനങ്ങളുടെ ജനജീവിതമാണ് ദുസ്സഹമാക്കുന്നത്. അത് മനസ്സിലാക്കാത്ത സർക്കാർ കഴിഞ്ഞ ഏപ്രിൽ 1 മുതൽ ഈ 2024 മാർച്ച് 31 വരെയുള്ള കാലയളവിൽ 5000 കോടി രൂപയാണ് അധിക നികുതിയായി ജനങ്ങളിൽ നിന്ന് പിഴിഞ്ഞെടുത്തത്. ഇനി വരാനിരിക്കുന്ന ഏപ്രിൽ 1 മുതൽ പിഴിഞ്ഞെടുക്കാൻ പോകുന്നത് അതിനേക്കാൾ കൂടുതൽ തുകയാണ്. അപ്പോൾ ജനങ്ങളുടെ ജീവിതമല്ല ഇവരുടെ പ്രശ്നം, അവർക്ക് അഴിമതി നടത്താൻ വേണ്ടിയിട്ടുള്ള പണമാണ് അവരുടെ പ്രശ്നം. ഖജനാവിൽ പണമില്ല എന്ന് പറയുമ്പോഴും അഴിമതിക്കും ധൂർത്തിനും യാതൊരു കുറവുമില്ല. ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രി എല്ലാ സ്ഥലങ്ങളിലും പ്രചരണം നടത്തുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത്. ആ മുഖ്യമന്ത്രിയുടെ പ്രചരണം കൊണ്ട് തീർച്ചയായും ആ പ്രദേശങ്ങളിലെല്ലാം ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ സാഹചര്യം ഉണ്ടാകും. 2 ഉപതെരഞ്ഞെടുപ്പുകൾ, തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് 2ാം പിണറായി വിജയൻ്റെ 1 വർഷക്കാലം കഴിഞ്ഞപ്പോഴായിരുന്നു. ആ 1 വർഷക്കാലം കഴിഞ്ഞ ആ ഉപതെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി നേരിട്ട് ഉപതെരഞ്ഞെടുപ്പിന് നയിച്ച തെരഞ്ഞെടുപ്പാണ്. തൃക്കാക്കരയിൽ അന്ന് PT തോമസിന് കിട്ടിയതിൻ്റെ ഇരട്ടി ഭൂരിപക്ഷത്തിൽ 25,000 വോട്ടിനാണ് ഉമാ തോമസ് വിജയിച്ചത്. ശ്രീ ഉമ്മൻചാണ്ടി 10,000 വോട്ടിന് വിജയിച്ച പുതുപ്പള്ളിയിൽ 37,000-ലധികം വോട്ടിനാണ് ചാണ്ടി ഉമ്മൻ വിജയിച്ചത്. 2 ഉപതെരഞ്ഞെടുപ്പുകളും ഈ സർക്കാരിൻ്റെ ഭരണത്തിൻ്റെ വിലയിരുത്തലാണ് എന്ന് ഇടതുപക്ഷവും അതുപോലെ തന്നെ ഈ മന്ത്രിസഭയും പറഞ്ഞതിന് ശേഷം നടന്ന ആ ഉപതെരഞ്ഞെടുപ്പ് ചരിത്ര ഭൂരിപക്ഷം UDFന് ലഭിച്ച് ആ തെരഞ്ഞെടുപ്പുകൾ ആയിരുന്നെങ്കിൽ ഈ വരാനിരിക്കുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ശക്തമായ രീതിയിൽ ജനങ്ങളുടെ പ്രതിഷേധമായിരിക്കും ഈ സർക്കാരിനെ കാത്തിരിക്കുക. അത് പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയോടുള്ള പ്രതിഷേധമാണ്. സാർ, കഴിഞ്ഞ ദിവസം കേരളം മനസാക്ഷി ഞെട്ടിക്കുന്ന ഒരു ദാരുണ സംഭവം മുളങ്കുന്നത്ത് നടന്നിരുന്നു. ഒരു TTO തള്ളിയിടപ്പെട്ട് കൊല ചെയ്യപ്പെട്ടു. അപ്പോൾ ആ ഒരു കാര്യത്തോടുള്ള സാറിൻ്റെ ഒരു അനുശോചനം. നമ്മുടെ ജില്ലയിൽ ഏലൂർ മഞ്ഞുമലിലുള്ള ഒരു വ്യക്തിയാണ് മരണപ്പെട്ടത്. നമുക്കറിയാം, സാധാരണ ട്രെയിനിൽ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരുണ്ടാവും. അതുപോലെ തന്നെ ഈ ജീവനക്കാരായിട്ടുള്ള TTO ഉൾപ്പെടെയുള്ള ആളുകൾക്ക് എല്ലാ പരിരക്ഷകളും ഉള്ളതാണ്. പക്ഷേ ജനങ്ങൾക്ക് ഇത്രയും കാലഘട്ടം നിരവധി ആളുകളുടെ മരണം നമ്മൾ കണ്ടവരാണ്. അക്രമകാരികളായിട്ടുള്ള ആളുകൾ ഈ പൊതുഗതാഗത സംവിധാനത്തിൽ അവർ വരികയും അത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യുമ്പോൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ സാധാരണ യാത്രക്കാരായിട്ടുള്ള ആളുകളാണ്. പ്രത്യേകിച്ചും ഗോവിന്ദച്ചാമിയുടെ ഒരു വിഷയം നമ്മളുടെയൊക്കെ മനസ്സിലേക്ക് കടന്നു വരും. ഒരു പെൺകുട്ടിയെ ക്രൂരമായി ആക്രമിച്ച് ലൈംഗികമായി അതിക്രമിച്ച് കൊലപ്പെടുത്തിയത്. അതിനുശേഷമാണ് ഇപ്പോൾ TTയെ തള്ളിയിട്ട് കൊലപ്പെടുത്തിയത്. ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്ത ഒരു യാത്രക്കാരൻ, അദ്ദേഹം മലയാളിയല്ല, അന്യ സംസ്ഥാനക്കാരനാണ്, ഒറീസക്കാരനാണ്. വളരെ മോശമായ രീതിയിലാണ് മദ്യപിച്ച് ലക്കുകെട്ട് TTയെ അപ്രതീക്ഷിതമായിട്ടാണ് ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്തിയത്. കുടുംബം, അവരുടെ അമ്മ, അവരുടെ ഭാര്യ, മക്കൾ, ഒരു TT എന്നുള്ള ഒരു ജീവനക്കാരൻ എന്നുള്ള രീതിയിലല്ല, അദ്ദേഹം ചലച്ചിത്രത്തിൽ ഉൾപ്പെടെ അഭിനയിച്ചിട്ടുണ്ട്. എല്ലാ മേഖലകളിലും ഒരു നല്ല എല്ലാവരുമായി നന്നായി ഇടപഴകുന്ന ആ കുടുംബത്തിൻ്റെ നഷ്ടമെന്ന് പറയുന്നത് എല്ലാവരുടെയും നഷ്ടമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിനപ്പുറത്ത് നമ്മുടെ പൊതുഗതാഗത സംവിധാനത്തിൽ കുറേ കൂടി നമ്മുടെ റെയിൽവേ പോലീസ് പോലുള്ള സംവിധാനങ്ങൾ കാര്യക്ഷമമായി ഉയർന്നു പ്രവർത്തിക്കാതിരുന്നതാണ് ഇത്തരത്തിലുള്ള മരണങ്ങൾക്ക് കാരണമാകുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ഒന്നായിരുന്നു. കുറേ കൂടി നമ്മുടെ പൊതുഗതാഗത സംവിധാനം കുറേ കൂടി കർശനമാക്കി നിരീക്ഷിക്കാനും അവിടെ പോലീസിൻ്റെ സാന്നിധ്യം ഉറപ്പുവരുത്താനും ഒക്കെ നമുക്ക് കഴിയേണ്ടതുണ്ട്. ജനങ്ങളുടെ സുരക്ഷയും ജീവനക്കാരുടെ സുരക്ഷയും ഒക്കെ ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്വം സർക്കാരിൻ്റേതാണ്. ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് സർക്കാർ പലപ്പോഴും
വ്യതിചലിക്കുന്നതും അല്ലെങ്കിൽ അതിന് കൂടുതൽ ഗൗരവം നൽകാത്തതുമാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത്. അതൊരിക്കലും ഇനി ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുക. അത് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ കർശനമായിട്ടുള്ള നടപടികൾ, മാതൃകാപരമായിട്ടുള്ള ശിക്ഷാ നടപടികൾ ഉണ്ടാകുക എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. സർ, കേരളത്തിലെ നിലവിലെ ഒരു പോലീസ് സംവിധാനം, അതിൻ്റെ ഒരു സാഹചര്യത്തിൽ സാറ് പറഞ്ഞ ഒരു വാക്ക്, ഗാന്ധിയൻ മാർഗം വെടിയാൻ വേണ്ടി ഞങ്ങളെ പ്രേരിപ്പിക്കരുത് എന്നൊരു പ്രസ്താവന സാറ് പറഞ്ഞിരുന്നു. അത്രത്തോളം മാരകമായ ഒരു സാഹചര്യം നിലവിലുണ്ടോ? അല്ല, ഇന്നിപ്പോൾ ഞാൻ രാവിലെ കേട്ടൊരു വാർത്ത, ഒരു പ്രമുഖ ചാനലിൻ്റെ ബ്യൂറോ ചീഫിന് ഗുണ്ടാ സംഘങ്ങളുടെ ഭീഷണി, അദ്ദേഹത്തിനും കുടുംബത്തിനും ഗുണ്ടാ സംഘങ്ങൾക്കെതിരായിട്ടുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഗുണ്ടാ സംഘങ്ങളുടെ ഭീഷണിയാണ് ഇന്ന് രാവിലെ ഞാൻ കേൾക്കുന്ന വാർത്ത എന്ന് പറയുന്നത്. അവരുടെ കുടുംബത്തിനും മക്കൾക്കുമൊക്കെ എതിരായി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വെല്ലുവിളി നടത്തി അവരെ ഇല്ലായ്മ ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുക. അപ്പോൾ മാധ്യമ പ്രവർത്തകർക്ക് നാട്ടിൽ നടക്കുന്ന കൃത്യമായ കാര്യങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യുന്നതിൽ പാടില്ല എന്നുള്ള രീതിയിൽ ഗുണ്ടാ സംഘങ്ങളുടെ വെല്ലുവിളി ഉയർത്തുന്നത് ഈ സർക്കാരിൻ്റെ പോലീസിൻ്റെ പിടിപ്പുകേടല്ലേ, ആഭ്യന്തര വകുപ്പിൻ്റെ പിടിപ്പുകേടാണ്. അപ്പോൾ മുഖ്യമന്ത്രി ജില്ലയിൽ, എറണാകുളം ജില്ലയിൽ ഉള്ള സമയത്ത് തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനം നടക്കുന്നത്. അപ്പം മുഖ്യമന്ത്രിയാണ് ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള ആൾ. സ്വാഭാവികമായും അത്തരത്തിൽ ഗുണ്ടാ സംഘങ്ങൾക്ക് അഴിഞ്ഞാടാനുള്ള ഒരവസരം നാട്ടിലുണ്ടെങ്കിൽ അത് ഒന്നില്ലെങ്കിൽ ബോധപൂർവം അവർക്ക് എല്ലാ അവസരവും ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സർക്കാരിൻ്റെ പ്രവർത്തനമാണ് നമുക്ക് കാണാൻ കഴിയും. ഞങ്ങൾ വിശ്വസിക്കുന്നത് അതുതന്നെയാണ്. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട എറണാകുളം ജില്ലയിൽ കാപ്പ കേസുകളിൽ പ്രതിയായ ആളുകളാണ് മുഖ്യമന്ത്രിക്ക് അകമ്പടി സേവിച്ചത്. കാപ്പ കേസുകളിൽ പ്രതിയായ ആൾ. അപ്പോൾ കാപ്പ കേസുകളിൽ പ്രതിയാക്കപ്പെട്ട ആളുകളെ മുഖ്യമന്ത്രിയുടെ വാഹനത്തിൻ്റെ തൊട്ടുപുറകെ മറ്റൊരു വാഹനങ്ങളിൽ കൊണ്ടുവന്ന് പ്രതിഷേധിക്കുന്ന, റോഡരികിൽ നിന്ന് സമാധാനപരമായി കരിങ്കൊടി ഉയർത്തി പ്രതിഷേധിക്കുന്ന പ്രതിഷേധക്കാരെ നേരിടാൻ അവരെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ എത്ര ക്രൂരമായിട്ടായിരിക്കും ഈ സർക്കാർ സമരക്കാരോട് പ്രതികാരം ചെയ്യുന്ന നടപടികളല്ല, എത്ര ക്രൂരമായിട്ടാണ് ജനങ്ങളോട് ഇടപഴകുക. ജനങ്ങളുടെ അവകാശത്തെ, അവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള നടപടികൾ ചെയ്യുന്ന ഈ കൊലയാളികളും അതുപോലെ തന്നെ അക്രമകാരികളുമായിട്ടുള്ള ആളുകളെ ഉപയോഗപ്പെടുത്തുക. അപ്പോൾ അതൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നു. മറുഭാഗത്ത് പോലീസിന് അഴിഞ്ഞാടാനുള്ള എല്ലാ അവസരവും കൊടുത്തിരിക്കുകയല്ലേ. പോലീസിൻ്റെ ധാർഷ്ട്യവും ധിക്കാരവും നിറഞ്ഞ നടപടിയാണ്. ഇപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ കോതമംഗലത്ത് നടത്തിയ ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായി പോലീസിൻ്റെ ക്രൂരമായ മർദ്ദനങ്ങൾക്കിരയായി ഒരു പാർലമെൻറ്റ് അംഗം ഡീൻ കുര്യാക്കോസ്, MLA മാത്യു കുഴൽനാടൻ ഉൾപ്പെടെ ഞങ്ങൾ നടത്തിയ സമാധാനപരമായ സമരത്തെ പോലും അടിച്ചമർത്തി ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമം നടത്തി. കോടതിയെ പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ വ്യാജമായി കേസുകൾ എടുക്കുക, ഒരേ വിഷയത്തിൽ തന്നെ സമാനമായ 4ഉം 5ഉം കേസുകൾ എടുക്കുക. അപ്പോൾ എല്ലാ ജനാധിപത്യ മര്യാദകളും വിട്ട് നാട്ടിലെ നീതിന്യായ സംവിധാനത്തെ തകർക്കുന്ന രീതിയിൽ കാക്കിയിട്ട പോലീസുകാർ പെരുമാറുന്നത് ഒരു ശരിയായ നടപടിയല്ല. അത് ജനാധിപത്യ വിരുദ്ധമാണ്. തുടർഭരണം കിട്ടിയപ്പോൾ പാർട്ടി നൽകുന്ന എല്ലാ പിന്തുണയുടെയും അടിസ്ഥാനത്തിൽ എല്ലാവരുടെയും മെക്കിട്ട് കയറാമെന്നുള്ള വ്യാമോഹവുമായിട്ട് പോലീസ് പോയാൽ അതിനൊന്നും ഗാന്ധിയൻ മാർഗത്തിൽ നേരിടാനുള്ള ഒരു മനസ്സൊന്നും ഞങ്ങൾക്കില്ല. അതിനെ ഏത് രീതിയിലാണ് നേരിടേണ്ടതെന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാം. ആ രീതിയിൽ ഞങ്ങൾ നേരിടുകയും ചെയ്യും. അതിനപ്പുറത്ത് നമ്മുടെ നാട്ടിലെ നിയമ സംവിധാനങ്ങളും നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് കൊടുക്കുന്ന അവരുടെ ജീവനും സ്വത്തിനും നൽകുന്ന സംരക്ഷണവും ഈ കാക്കിയിട്ട പോലീസുകാരല്ല ചെയ്യേണ്ടത്. നീതി നിർവഹണം നടത്തുന്ന, നീതി ബോധം ഉയർത്തേണ്ട പോലീസുകാർ ചെയ്യേണ്ട പണിയാണ്. ആ പണി അവർ ചെയ്തില്ലെങ്കിൽ ആ പണി ഞങ്ങൾ ചെയ്യും, ഒരു സംശയവും വേണ്ട. അത്തരത്തിലൊന്നും പോലീസിനെ കാട്ടി സമരങ്ങളെ ഇല്ലായ്മ ചെയ്ത് ജനകീയ വിഷയങ്ങൾ ഉയർത്താൻ പാടില്ല എന്നൊക്കെ പറയുന്നത് അതൊരു ശരിയായ നടപടിയല്ല. അതൊരു ഫാസിസ്റ്റ് സർക്കാരിൻ്റെ നടപടിയാണ്. ആ നടപടിയാണ് ഡൽഹിയിൽ നരേന്ദ്രമോദി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് സമാനമായിട്ടാണ് പിണറായി വിജയനും കേരളത്തിൽ നടത്തുന്നത്. പക്ഷേ ഇത് ജനാധിപത്യ കേരളമാണ്. പിണറായി വിജയൻ അത് മനസ്സിലാക്കണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. സർ, ഇപ്പോൾ പ്രചരണത്തിന് പോകുമ്പോൾ ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന പ്രതികരണങ്ങൾ എങ്ങനെയാണ്? അത് ചിലപ്പോൾ കൂടുതൽ വൈകാരികമായിരിക്കും. കോൺഗ്രസ്സുകാരോട് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം വെച്ച് ജനങ്ങൾ എത്തരത്തിലുള്ള പ്രതികരണങ്ങളാണ് നിങ്ങൾക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്? 2 തരത്തിലുള്ള പ്രതികരണങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒന്ന്, കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള ജനത്തിൻ്റെ ഒരു വലിയ പ്രതിഷേധമുണ്ട്. വിദ്വേഷം വെറുപ്പും നിറഞ്ഞ പ്രചരണങ്ങൾ നടത്തുന്ന ഒരു പാർട്ടിയും മുന്നണിയുമാണ് BJP. 10 വർഷക്കാലത്തെ ഭരണത്തിനിടയിൽ നടത്തിയ വംശീയ ഹത്യകളും കൂട്ടക്കൊലകളും
ന്യൂനപക്ഷങ്ങൾക്കും അതുപോലെ തന്നെ രാജ്യത്തെ ദളിതർക്കും പിന്നോക്ക വിഭാഗങ്ങൾക്കും എതിരായിട്ടുള്ള അതിക്രമങ്ങളും കയ്യേറ്റങ്ങളും. കേരളം പോലുള്ള ഒരു സംസ്ഥാനം ഇത്രയധികം പുരോഗമനപരമായി ചിന്തിക്കുകയും വിദ്യാഭ്യാസപരമായി വലിയ നേട്ടങ്ങൾ കൈവശപ്പെടുത്തുകയും അതിനപ്പുറത്ത് ലോക യാഥാർത്ഥ്യങ്ങൾ അറിയാവുന്ന ആളുകളുമായിരിക്കെ നമ്മുടെ നാട്ടിൽ പോലും ബോധപൂർവമായിട്ടുള്ള ഇത്തരത്തിലുള്ള ശ്രമങ്ങൾക്ക് BJPയും സംഘപരിവാറും വലിയ തോതിലുള്ള ക്യാമ്പയിൻ നടത്തിക്കൊണ്ടാണ് പോകുന്നത്. പക്ഷെ അതൊന്നും വിജയിക്കാത്തത് കേരളം അതിനപ്പുറത്താണ് എന്നുള്ളത് തന്നെയാണ്. ജനാധിപത്യ മതനിരപേക്ഷതയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന പൊതുബോധം സൃഷ്ടിക്കുന്ന ജനങ്ങളാണ് കേരളത്തിലേതെന്നുള്ളത് കൊണ്ടാണ് BJPക്ക് അക്കൗണ്ട് പോലും ഓപ്പൺ ചെയ്യാൻ കഴിയാത്തത്. അത്തരത്തിൽ ചിന്തിക്കുന്ന ജനവിഭാഗങ്ങൾ വളരെ കൂടുതലാണ് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. രണ്ടാമത്തേത്, പെട്രോളിയം ഡീസൽ ഉൽപ്പന്നങ്ങളുടെ വില വർധനവ്, വലിയ തോതിൽ ഗ്യാസ് ഉൾപ്പെടെയുള്ള വില വർധനവ് ജനങ്ങളെ ബാധിച്ചിട്ടുണ്ട്. നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനവ്, തൊഴിലില്ലായ്മ, ഇതൊക്കെ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ള ഒരു ബോധ്യം ജനങ്ങൾക്കുണ്ട്. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രമാണ് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും ഗ്യാസിൻ്റെയും വില വർദ്ധിക്കാത്തത്. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇതെല്ലാം യാതൊരു തരത്തിലും നീതീകരിക്കാൻ കഴിയാതെ കുത്തനെ നികുതി വർധനവുണ്ടാകുന്നത് അതൊരു നികുതി ഭീകരതയാണെന്നും ലോകത്തിലെ ഏറ്റവും കൂടുതൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് നികുതി വാങ്ങുന്ന ഒരു രാഷ്ട്രം ഇന്ത്യയാണെന്നും എല്ലാവർക്കും അതിൻ്റേതായ ബോധ്യമുണ്ട്. ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സർക്കാരിനെ വോട്ട് ചെയ്തിട്ട് എന്താ കാര്യം, ഈ സർക്കാരിനെതിരായി ഈ സർക്കാരിനെ താഴെ ഇറക്കണം എന്നുള്ളതാണ് അവർ ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ള ജനങ്ങളുടെ ശക്തമായ പ്രതിഷേധം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മറ്റൊരു കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം, ഈ സർക്കാരിൻ്റെ സാഹചര്യം വിലയിരുത്തി ഇപ്പോൾ 7 മാസക്കാലത്ത് പെൻഷൻ കുടിശ്ശികയാണ്. അതുപോലെ തന്നെ നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിക്കുമ്പോൾ വില കുറച്ച് നൽകേണ്ട മാവേലി സ്റ്റോറിലും റേഷൻ കടകളിലും സപ്ലൈകോയിലൊന്നും ഒരു സാധനങ്ങളും ഇല്ല. ഇപ്പോൾ ഈസ്റ്റർ ഫെസ്റ്റിവലായിരുന്നു, അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ റംസാനാണ്, അത് കഴിയുമ്പോൾ വിഷു വരികയാണ്. ഈ ആഘോഷവേളകളിലൊന്നും കേരളത്തിലെ പാവപ്പെട്ടവനും സാധാരണക്കാരനും അവൻ്റെ ഈ ആഘോഷങ്ങൾ സന്തോഷമുള്ള ആഘോഷങ്ങളാക്കി മാറ്റുന്നതിന് വേണ്ടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് യാതൊരു തരത്തിലുള്ള ഇടപെടലില്ലാത്തതാണ്. സപ്ലൈകോയിലൊന്നും ഈ സാധനങ്ങളില്ലാത്തത്, മാവേലി സ്റ്റോറിലും ഇല്ലാത്തത്. അപ്പോൾ ആളുകൾ പൊതുവിപണിയിൽ നിന്ന് വലിയ വില കൊടുത്ത് ഇതെല്ലാം വാങ്ങിക്കട്ടെ എന്നുള്ളതാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. 2 മാസക്കാലത്തിനിടയ്ക്ക് 12 രൂപ മുതൽ 15 രൂപ വരെയാണ് അരിയുടെ വില വർദ്ധിച്ചത്. അപ്പോൾ ജനജീവിതം എത്ര അധികം ദുസ്സഹമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ സർക്കാർ ഹോസ്പിറ്റലുകളിൽ ചെന്നാൽ ഒരു സ്ഥലത്തും മരുന്നില്ല, എല്ലാവർക്കും ചീട്ടെഴുതി പുറത്തേക്ക് കൊടുക്കുകയാണ്. മരുന്നില്ലാത്തത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ്. പാവപ്പെട്ടവന് ഈ ധർമാശുപത്രിയിൽ ചെന്നാൽ ചികിത്സ ലഭിക്കാത്തതും അവർക്ക് മരുന്ന് ലഭിക്കാത്തതും അവരിലുണ്ടാക്കുന്ന ഒരു പ്രതിഷേധം എത്രത്തോളമായിരിക്കും. അതിനപ്പുറത്ത് കഴിഞ്ഞ ഏപ്രിൽ 1 മുതൽ ആരംഭിച്ച നികുതി വർധനവ്, ഇലക്ട്രിസിറ്റിക്ക് ചാർജ് വർദ്ധിപ്പിച്ചു, വെള്ളക്കരം വർദ്ധിപ്പിച്ചു, ബിൽഡിങ്ങുകളുടെ ടാക്സുകൾ വർദ്ധിപ്പിച്ചു, വീട്ടുകരം വർദ്ധിപ്പിച്ചു, അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ടാക്സ് വർദ്ധിപ്പിച്ചു, ഭൂമിയുടെ അടിസ്ഥാന വില വർദ്ധിപ്പിച്ചു. എല്ലാ രീതിയിലും ജനങ്ങളെ ദ്രോഹിക്കുന്ന ഒരു സർക്കാരിൻ്റെ നടപടിയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. സഹകരണ ബാങ്കുകളിൽ നിന്ന് പോലും ലോൺ എടുക്കുന്ന ആളുകളുടെ ആ ലോണിൻ്റെ പ്രോസസ്സിംഗ് ചാർജ് എല്ലാം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ മിനിഞ്ഞാന്ന് മുതൽ ഏപ്രിൽ 1 മുതൽ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളുകളുടെ പെർമിറ്റ് 400 രൂപയായിരുന്നു പെർമിറ്റ് ഫീസ്, അത് 4300 രൂപയിലധികമാക്കി. അപ്പോൾ സാധാരണ ഓട്ടോ ഓടിക്കുന്ന പാവപ്പെട്ട ആളുകൾക്ക് പോലും അവരുടെ ജീവിതത്തെ ബാധിക്കുന്ന തരത്തിൽ സർക്കാരിൻ്റെ നികുതി ഭീകരതയുണ്ടാകുന്നത് ഏത് തരത്തിലാണ് ജനങ്ങൾക്ക് ന്യായീകരിക്കാൻ കഴിയുക? ഏത് തരത്തിലാണ് രാഷ്ട്രീയപരമായി അതിനെ അവർക്ക് ന്യായീകരിക്കാൻ കഴിയുക? മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർക്ക് പോലും ഈ സർക്കാരിനെ ന്യായീകരിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. അതിനപ്പുറത്താണ് ധൂർത്ത്. മുഖ്യമന്ത്രിയുടെ വീട്ടിലെ നീന്തൽക്കുളം, കാലിത്തൊഴുത്ത്, ചാണകക്കുഴി, മുഖ്യമന്ത്രിയുടെ കുടുംബം നടത്തുന്ന അഴിമതി. 1,82,00,000 രൂപ CMRL കമ്പനിയിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ മകൾക്ക് മാസപ്പടിയായി ലഭിക്കുമ്പോൾ CMRL കമ്പനി തന്നെ പറഞ്ഞിട്ടുണ്ട്, മുഖ്യമന്ത്രിയുടെ മകളുടെ എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനി ആ കമ്പനിയുമായി ഉണ്ടാക്കിയ ധാരണയുടെ അടിസ്ഥാനത്തിൽ യാതൊരു സേവനവും അവർക്ക് ലഭിച്ചിട്ടില്ല എന്ന്. പക്ഷേ മുഖ്യമന്ത്രിയുടെ മകൾക്ക് മാസം 8 ലക്ഷം രൂപ വീതം കമ്പനിയിലേക്കും മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൗണ്ടുകളിലേക്കും പണം പോയിട്ടുണ്ട്. അപ്പോൾ സർക്കാരിൻ്റെ വിഹിതമുള്ള 16% KSIDCക്ക് വിഹിതമുള്ള CMRL കമ്പനി, സർക്കാരിൻ്റെ വിഹിതം കൂടിയുള്ള ഈ കമ്പനിയിൽ നിന്ന് അങ്ങനെ ഒരു വ്യക്തിക്ക്, മുഖ്യമന്ത്രിയുടെ മകൾക്ക് പണം പോയത് ഗുരുതരമായിട്ടുള്ള തെറ്റല്ലേ?
ആ പണം തിരിച്ചു പിടിക്കാനും അവരെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള നടപടി എന്തുകൊണ്ടാണ് സ്വീകരിക്കാത്തത്? AI ക്യാമറ, K-ഫോൺ ഉൾപ്പെടെയുള്ള അഴിമതി കേസുകളിൽ മകൻ്റെ ഭാര്യ പിതാവ് നടത്തുന്ന കമ്പനിയാണ് അതിൻ്റെ ഏറ്റവും അവസാനത്തെ ലാഭവിഹിതം കൊയ്യുന്ന ആളുകൾ എന്നുള്ള തരത്തിൽ മാറുമ്പോൾ ഏത് തരത്തിലാണ് സർക്കാരിനെ സംരക്ഷിക്കാൻ കഴിയുക? ലൈഫ് മിഷൻ അഴിമതി അടക്കമുള്ള, കരുവന്നൂർ ബാങ്കിലെ കൊള്ള അടക്കമുള്ള വിഷയങ്ങളിൽ സർക്കാരിൻ്റെ സമീപനം എന്താണ്? പാവപ്പെട്ടവരുടെ പണം നഷ്ടപ്പെട്ടിട്ട് ആ പണത്തിന് എന്ത് ഗ്യാരണ്ടിയാണ് സർക്കാർ കൊടുത്തിട്ടുള്ളത്? മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർ വരെ ദയാവധത്തിന് കരുവന്നൂർ ബാങ്കിൽ 80 ലക്ഷം രൂപ ഡെപ്പോസിറ്റുള്ള ആളുകൾ വരെ ദയാവധത്തിന് ഹർജി കൊടുത്തിരിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റുകാരാണ്. അവരൊക്കെ ആരോടാണ് പരാതി പറയേണ്ടത്? അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇത് ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഒന്നില്ലെങ്കിൽ അവരെ തിരുത്താൻ, അല്ലെങ്കിൽ ഭൂമുഖത്ത് നിന്ന് തുറച്ചു നിൽക്കാനുള്ള തെരഞ്ഞെടുപ്പായിരിക്കും. ഒരു സംശയവും വേണ്ട കാര്യത്തിൽ. സർ, ഒരു ചോദ്യം കൂടി. കേന്ദ്രത്തിൽ BJPയുടെയും സംസ്ഥാന തലത്തിൽ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിൻ്റെയും മുഖ്യ എതിരാളി കോൺഗ്രസ് ആണ്. ഈ ഉത്തരവാദിത്വത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അല്ല, കോൺഗ്രസ് മുക്ത ഭാരതം ആഗ്രഹിക്കുന്നവരാണ് ഇന്ത്യയിലെ BJPയും RSSഉം. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ കോൺഗ്രസിനെ ഇല്ലായ്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. രണ്ടുപേരുടെയും ചിന്തകൾ കോൺഗ്രസിനെതിരായിട്ടുള്ള ചിന്തകളാണ്. രണ്ട് കൂട്ടരും ആഗ്രഹിക്കുന്നത് കോൺഗ്രസ് ഇല്ലാതാകണമെന്നുള്ളതാണ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർ ആഗ്രഹിക്കുന്നത് RSS അല്ലെങ്കിൽ BJP ഞങ്ങളുമായി എതിരിടാൻ വരട്ടെ, കോൺഗ്രസ് ഇല്ല എന്നുള്ളതാണ് അവർ ആഗ്രഹിക്കുന്നത്. പലപ്പോഴും നേതാക്കന്മാരായിട്ടുള്ള ആളുകൾ പോലും തെരഞ്ഞെടുപ്പ് വേളകളിൽ പോലും അത് പ്രകടമായി പറയുന്നത് നമ്മൾക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഉണ്ടാക്കുന്ന ഒരു പ്രത്യാഘാതം എന്ന് പറയുന്നത് ഇന്ത്യയിലെ, ഉത്തരേന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ പോലെ ജനാധിപത്യ മതനിരപേക്ഷത മുഴുവൻ എടുത്തു കളയുകയും അതിനപ്പുറത്ത് ജാതി രാഷ്ട്രീയത്തിൻ്റേതായ, മതരാഷ്ട്രീയത്തിൻ്റേതായ കാര്യങ്ങൾ ചെറിയ കുട്ടികളെ പോലും പഠിപ്പിക്കുന്ന തരത്തിലേക്ക് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ കൂട്ടത്തിലായി ഇന്ന് കേരളത്തിൽ CPM മാറിയിരിക്കുകയാണ്. CPMൻ്റെ LDFൻ്റെ കൺവീനർ കൂടിയായ മുൻ മന്ത്രി EP ജയരാജൻ്റെ അദ്ദേഹത്തിൻ്റെ എത്ര പ്രസ്താവനകളിലൂടെയാണ് നമ്മൾക്ക് കാണാൻ കഴിഞ്ഞത്. കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി ചിത്രത്തിലില്ല. CPMഉം LDFും BJPയും തമ്മിലുള്ള മത്സരമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് എത്രത്തോളം BJP CPMനെ ഗ്രസിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. EP ജയരാജൻ്റെ ഭാര്യയും തിരുവനന്തപുരത്തെ BJPയുടെ സ്ഥാനാർത്ഥിയായ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരൻ്റെ ഭാര്യയും തമ്മിൽ ഒരുമിച്ചാണ് മൊറാഴിയിലെ കുന്നിടിച്ച് നിരത്തിയിട്ടുള്ള റിസോർട്ട് കച്ചവടം നടത്തുന്നത്. അപ്പോൾ ഒരു ഭാഗത്ത് കോൺഗ്രസിനെ ഇല്ലായ്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ, മറുഭാഗത്ത് BJP ആഗ്രഹിക്കുന്ന കോൺഗ്രസ് മുക്ത ഭാരതത്തിനോടൊപ്പം ചേർന്ന്, അവരോടൊപ്പം ചേർന്ന് സന്ധി ചെയ്ത് അഴിമതി കേസുകളിൽ സന്ധി ചെയ്യുകയും കച്ചവടങ്ങളിൽ, ലാഭക്കച്ചവടങ്ങളിൽ ഒരുമിച്ച് ചേർന്ന് കച്ചവടം നടത്തുകയും ബിസിനസ് പങ്കാളികളാകുകയും ചെയ്യുന്ന സാഹചര്യമാണ്. ഇപ്പോൾ ഇരു കൂട്ടരെയും സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇരു കൂട്ടരും RSSഉം സംഘപരിവാറുമാണ്. അതിന് CPM എന്നില്ല. ഇന്നത്തെ CPMൻ്റെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളല്ലല്ലോ, മറുഭാഗത്ത് BJPയുടെ ആശയങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ BJPക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരായി ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇരു കൂട്ടരെയും ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അവർക്കെതിരായിട്ടുള്ള പോരാട്ടമാണ് കേരളത്തിൽ ഞങ്ങൾ നയിക്കുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി ഈ ഇരു കൂട്ടരുടെയും ഈ കള്ളക്കച്ചവടത്തിനും അതുപോലെ തന്നെ അവർ തമ്മിലുള്ള രഹസ്യബാന്ധവത്തിനും എതിരായിട്ടുള്ള പോരാട്ടമാണ് ഞങ്ങൾ നടത്തുന്നത്. അത് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനും അത് അവതരിപ്പിച്ച് വിജയിപ്പിക്കാനും ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ഇരു കൂട്ടർക്കും എതിരായിട്ടുള്ള ഒരു ജനവിധിയായിരിക്കും.